ശാലിൻ. ഇപ്പം തിരുവനന്തപുരത്ത് നിന്നാണ് കേട്ടോ. എൻ്റെ ചോറ്റുപാത്രം എന്ന് പറയുന്ന ഒരു കുഞ്ഞ് കോൺസെപ്റ്റ് എനിക്കുണ്ട്. 2010 ഒരുപാട് സ്നേഹം കൊണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും വലിയ സ്നേഹം കൊണ്ട് ഒരു 8 മാസം കിടക്കയിലായിപ്പോയ ഒരാളാണ് ഞാൻ, ഒരു കുഞ്ഞു ചവിട്ട്. പക്ഷേ അവിടെ നിന്നൊക്കെ ജീവിതത്തെ തിരികെ പിടിച്ചു. 2013 രണ്ടാമതും ക്യാൻസറിൻ്റെ സാധ്യത കണ്ടിട്ട് ഞങ്ങളൊരു സർജറിക്ക് തയ്യാറെടുക്കാനാണ് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് വരുന്നത് പോലും. ആ ഒരു സർജറി നടക്കാനിടയായില്ല. കാരണം അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ എൻ്റെ ഹസ്ബൻഡിനോ അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കോ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാനും എൻ്റെ മക്കളും ഇവിടെ തിരുവനന്തപുരത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിപ്പോയി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളും 11 വയസ്സുള്ള 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനുമായിട്ട് തിരുവനന്തപുരത്ത് ഒറ്റയ്ക്ക് ജീവിതം തുടങ്ങിയ ആളാണ് ഞാൻ. അപ്പോൾ എന്ത് ചെയ്യും എനിക്കറിയത്തില്ല. അദ്ദേഹം കൈവിട്ടപ്പോൾ എൻ്റെ മകൾ എന്നോട് ചോദിച്ചത്, നീ എന്നെ എങ്ങനെയെങ്കിലും +2 പഠിപ്പിക്കൂ, ഞാൻ റിസപ്ഷൻ ജോലി നോക്കി നീ ആ കടമൊക്കെ വീട്ടാം. ഒരു ഗവൺമെൻറ് സ്കൂളിൽ ഞാൻ എൻ്റെ കുഞ്ഞുമായിട്ട് അഡ്മിഷന് പോയി നിന്നപ്പോൾ 5000 രൂപ ഡൊണേഷൻ തരണം. 5000 പോയിട്ട് 500 രൂപ പോലും എൻ്റെ കുഞ്ഞിന് ഡൊണേഷൻ കൊടുക്കാനില്ലാതിരുന്നിടത്ത് അവിടുത്തെ PTA പ്രസിഡന്റ് മിൻചേച്ചിയോട് കരഞ്ഞു പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെ അവിടെ അഡ്മിഷൻ എടുത്തു. തിരിച്ചു പറഞ്ഞത് ഒറ്റ വാക്കാം, നിങ്ങളുടെ സ്കൂളിന് എൻ്റെ മകളൊരു മുതൽക്കൂട്ടാവും. സത്യം പറയട്ടെ, ഇന്നെൻ്റെ മകൾ ഡോക്ടറാണ്. 6 വർഷത്തെ പഠനം കൂടി പൂർത്തിയാക്കി അവളിന്ന് ഡൽഹിയിൽ ഡോക്ടറായിട്ട് നിൽക്കുമ്പോൾ 11 വയസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ 10 വയസ്സായി 10ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ ഞാനൊരു ഹൃദയത്തിന് ഒരു ചെറിയ തകരാറ് പറ്റി ഹോസ്പിറ്റലാക്കി പഠനം നിർത്തി എന്നെയും എൻ്റെ മകളെയും സംരക്ഷിക്കാൻ ഇറങ്ങി തിരിച്ച മകൻ ഇന്നൊരു എഞ്ചിനീയറാണ്. ഒന്നും കയ്യിലില്ലാതെ 0 നിന്ന് ജീവൻ തുടങ്ങി. അവിടെ 3000 രൂപയ്ക്ക് സുഹൃത്തിൻ്റെ അമ്മയെ നോക്കുന്ന ഒരു സഹായവുമായിട്ട് അവർ മുന്നോട്ട് വന്നതുകൊണ്ട് തന്നെ അവിടെ വീണ്ടും ജീവിതം തുടങ്ങി. ഇന്നിപ്പോൾ ഒരുപാട് പേരുള്ള ഒരു വലിയ കുടുംബത്തിൽ ഒരുപാട് പേരുള്ള ഒരു വലിയ കുടുംബത്തിൻ്റെ ഉടമസ്ഥയായിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ ചോറ്റുപാത്രം എന്ന് പറയുന്ന ഒരു വലിയ കോൺസെപ്റ്റുമായി. കേൾക്കുമ്പോൾ അതൊരു ചെറുതായിട്ട് തോന്നുമെങ്കിലും ഞങ്ങൾ 3 പേർ മാത്രം ഉണ്ടായിരുന്ന ലോകത്തിൽ ഞങ്ങൾക്കത് ഇന്ന് ഒരുപാട് പേരുള്ള ഒരു വലിയ കുടുംബമാണ് ഇന്ന് ഞങ്ങളുടേത്. 2019 1 വർഷത്തോളം പാലിയേറ്റീവ് കെയറിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു. അവിടെ നിന്ന് 2020 തിരിച്ചു വന്നത് ഒരു മനസ്സിലൊരു വലിയ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു, എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടു കൂടി ഗവൺമെൻറ്റിലൊരു ലോണ് കൊടുത്തിട്ട് ലോണിന് അപ്ലൈ ചെയ്ത് 18 ലക്ഷം രൂപ ലോൺ എടുത്ത് ഒരു വലിയ എന്താ പറയുക സ്വപ്നം ചെയ്യുന്നത് പോലെ തന്നെ ഐഫ്രൂട്ട് എന്ന് പറഞ്ഞ് കേരളത്തിലെ ആദ്യത്തെ ലൈവ് ഐസ്ക്രീം ഷോപ്പ് തുടങ്ങുന്നതിൻ്റെ അന്ന് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. 10 മാസം അടച്ചിട്ടു. ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ബിസിനസ്, എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ജീവിതം പഠിക്കുന്നത് വീണ്ടും അവിടെ നിന്ന, തോൽക്കാനായിട്ട് മനസ്സില്ലാതെ ജീവിതം പഠിക്കുന്നത് അവിടെ നിന്ന. ഐഫ്രൂട്ട് 10 മാസം കഴിഞ്ഞതിന് ശേഷം ഇന്നിപ്പോൾ ലോക്ക്ഡൗൺ 3ാമത്തെ വാർഷികം ആഘോഷിച്ച് നിൽക്കുമ്പോഴും ഐഫ്രൂട്ട് എന്ന് പറയുന്ന സ്ഥാപനത്തോടൊപ്പം ശാലിൻസ് ക്രിയ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് ഇടയായത്. ഐഫ്രൂട്ട് തുടങ്ങി 2 വർഷങ്ങൾക്ക് ശേഷം 3 കുഞ്ഞുങ്ങൾ ഐസ്ക്രീം കഴിക്കാനായിട്ട് വരികയും 2 ദിവസം കഴിഞ്ഞ് അവരെ കണ്ടപ്പോൾ അവർ ഉച്ചഭക്ഷണത്തിന് പകരം അവർ കഴിക്കുന്നത് പഫ്സും നാരങ്ങ വെള്ളവും പോലുള്ള ചില ലഘു ഭക്ഷണങ്ങളും, അത് വെറും 28 രൂപ മാത്രം ചിലവിൽ. ഒരമ്മയെന്ന നിലയിൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം 28 രൂപയ്ക്ക് നാരങ്ങ വെള്ളവും പഫ്സും കഴിക്കുന്നെങ്കിൽ ഇന്ന് നാരങ്ങ വെള്ളം 20 രൂപ ചെലവിലെടുത്ത് 8 രൂപ 9 രൂപയ്ക്കൊക്കെ പഫ്സിങ്, അതിൻ്റെ ക്വാളിറ്റി എന്തായിരിക്കും? അത് എത്ര രൂപയ്ക്കായിരിക്കും വിൽക്കുന്നത്? അന്ന് രാത്രി ഉറങ്ങാനേ പറ്റിയില്ല. ആ ഉറക്കം കെടുത്തി ആ ദിവസത്തിൽ നിന്നാണ് 3 കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്, ആ 3 കുഞ്ഞുങ്ങളെയാണ് കണ്ടത്. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരാം, ഒരു 5 രൂപ കൂടി നിങ്ങൾക്ക് കരുതാൻ പറ്റും. 35 രൂപയ്ക്ക് അവർ തയ്യാറായി. സ്റ്റീൽ പാത്രം വാങ്ങിച്ചു. അതിൽ എന്തെഴുതണമെന്ന് തോന്നിയപ്പോൾ മനസ്സിൽ തോന്നിയ ഒരു കുറിച്ചിട്ട പേരാണ് എൻ്റെ ചോറ്റുപാത്രം. ഇത് വാങ്ങിക്കുന്നവന് അത് അവൻ്റേതാണെന്ന് തോന്നണം. അവൻ്റേതാണെന്ന് തോന്നുമ്പോൾ മാത്രമേ അവൻ ഇതിനെ സൂക്ഷ്മതയോടുകൂടി കൊണ്ടുപോകത്തുള്ളൂ. ഇന്നിപ്പോൾ 1.5 വർഷം കഴിഞ്ഞു. വളരെ സന്തോഷം. 3-ൽ തുടങ്ങിയ ചോറ്റുപാത്രം ഇന്ന് തിരുവനന്തപുരത്ത് 166 സ്റ്റീൽ ചോറ്റുപാത്രങ്ങളിലാണ് ഞാൻ എത്തി നിൽക്കുന്നത്. എന്നെ ഇന്ന് ചിരിക്കാൻ പ്രേരിപ്പിക്കുന്നതും എൻ്റെ ചിരി ശക്തമാക്കുന്നതും ഈ ചോറ്റുപാത്രം കുടുംബമാണ്. ഒരുപാട് പേര്, മക്കളോളം സ്നേഹം നൽകുന്ന മക്കളെ കിട്ടി, സഹോദര തുല്യരായിട്ടുള്ള സഹോദരങ്ങളെ കിട്ടി.
ഏറ്റവും വലിയ സന്തോഷം എന്താ അറിയോ, 2 വയസ്സുള്ള ഡോറാമോൾ മുതൽ 83 വയസ്സ് വരെയുള്ളവർ എൻ്റെ ചോറ്റുപാത്രത്തിന് എന്നും കാത്തിരിക്കുന്നവർ. ഇന്ന് ഈ പറയുന്ന 160 പേർക്കും ചോറ്റുപാത്രം ഒരുക്കുമ്പോൾ എൻ്റെ കൈകൾക്ക് തളർച്ച വരാറില്ല. കാരണം എന്നെ കാക്കുന്നത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഈ ചോറ്റുപാത്രം ഒരുക്കാൻ എന്നെ ശക്തരാക്കുന്നത് അവരൊക്കെയാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ, ഓരോ വീട്ടിലും ഓരോ സ്ത്രീയും ഓരോ ചോറ്റുപാത്രം തുടങ്ങണമെന്നുള്ളത്. ഓരോ ചോറ്റുപാത്രത്തിൻ്റെ പിന്നിലുള്ള കഥകൾ ആലോചിക്കുമ്പോഴും ഞാൻ ചിന്തിക്കുന്നത് അതാ, എന്നെ കാത്തിരിക്കുന്നവരുടെ മുമ്പിൽ, ആ പുഞ്ചിരിക്കുന്നവരുടെ മുൻപിൽ, അവരുടെ പ്രാർത്ഥനകളുടെ മുൻപിൽ എൻ്റെ പ്രതിസന്ധികൾ, എൻ്റെ പ്രശ്നങ്ങൾ എല്ലാം ഇല്ലാതെയായിത്തീരും. അങ്ങനെ ഞാനും എന്നും ചിരിക്കാനായിട്ടും മറ്റുള്ളവരുടെ ചിരികൾക്ക് കാതോർക്കുവാനും കഴിയുന്നതായിട്ട് മാറും. ഇതൊക്കെ തന്നെയാട്ടോ ഞാൻ.